പി ജയചന്ദ്രനെ കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല, അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല. ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കായിരിക്കാം കൂടുതൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന അല്ലെങ്കിൽ അത്തരം ഓർമ്മകളുമൊക്കെയായി അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ അവർ കൂടുതൽ പ്രണയിച്ചിട്ടുണ്ടാകാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ഒക്കെ മാധ്യമങ്ങളിലേക്കുമൊക്കെ എത്തിയത്. വലിയ സങ്കടത്തോടെ വിട പറയുമ്പോഴും വലിയൊരു സംഗീത സമ്പത്ത് നമുക്കായി ബാക്കി വച്ചിട്ടുണ്ട് എന്നതാണ് ഈ വേദനയുടെ നിമിഷത്തിലും നമുക്ക് ഓർത്തു വയ്ക്കാനുള്ളത്. ഒരു മത്സരങ്ങൾക്കും ഒരു താരതമ്യങ്ങൾക്കും ഒരിക്കലും വകവെച്ചു കൊടുത്തിട്ടില്ലാത്ത, സ്വന്തം ശബ്ദത്തിൽ സ്വന്തം സംഗീതത്തോടുള്ള പ്രണയത്തിൽ വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്ന, അതിൻ്റെ തലയെടുപ്പ് സ്വയം കൊണ്ടു നടന്നിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മിഡിരണ്ടിലും എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ അദ്ദേഹം ഒരു സൂപ്പർ ഹിറ്റ് തന്നെ സമ്മാനിച്ചു കൊടുത്തിരിക്കെ വന്നത്. രാഗിൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രാഗിൻ, വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് പ്രിയ ഗായകൻ യാത്രയാകുന്നത്. ഒരുപക്ഷെ താൻ പിറന്നു വീണ മണ്ണിൽ തന്നെ ലയിച്ചു ചേരണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് അതേപടി സാധ്യമാക്കുക കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ. അദ്ദേഹത്തിൻ്റെ മകനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ചടങ്ങതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണല്ലേ രാഗിൻ? ദിവിഷ്, തീർച്ചയായും അവസാന യാത്രയ്ക്ക് പി ജയചന്ദ്രൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിതയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഏകദേശം അരമണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നുണ്ടാകും. തുടർന്നായിരിക്കും ചിതയ്ക്ക് തീ കൊളുത്തുക. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. ഗൺ സല്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. പൂർണ്ണ അല്ലെങ്കിൽ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സൂചിപ്പിച്ചു വന്നതുപോലെ നിരവധി പേരാണ് ഈ തറവാട്ടുവളപ്പിൽ ഇപ്പോൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത്. പി ജയചന്ദ്രനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. അത് സംഗീത ലോകത്തു നിന്നുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. അത്രത്തോളം നമ്മളുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കലാകാരനായിരുന്നു പി ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കയറിക്കൂടിയത്. ആ പാട്ടുകളിലൂടെ പി ജയചന്ദ്രനും ആ പാട്ടുകളും ഒക്കെ തന്നെ വലിയ തോതിൽ തന്നെ നമ്മൾ ആരാധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. അത്തരത്തിൽ ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ തോതിൽ തന്നെ ജനം നിബിഡമായി കഴിഞ്ഞിരിക്കുന്നു ഈ പ്രദേശം ആകെ. ഈ കുടുംബ ശ്മശാനവും അതോടൊപ്പം തന്നെ പുറത്തും തറവാട്ട് വളപ്പിലുമൊക്കെ തന്നെ നിരവധി പേർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു ഇടം കൂടിയാണ് പാലിയത്ത് തറവാട്. നമുക്കറിയാം, പാലിയത്ത് തറവാടെന്ന് പറയുന്നത് വളരെ ഒരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ്. അവിടെ നിന്ന് വന്ന ഒരു കലാകാരൻ, ആ കലാകാരൻ തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. രവിപുരത്ത്, എറണാകുളം സിറ്റിയിൽ രവിപുരത്ത് ജനിച്ച് അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് മാറി. അദ്ദേഹത്തിൻ്റെ അമ്മ സുഭദ്ര കുഞ്ഞമ്മ ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ ഇവിടേക്ക് മാറി. ഇവിടെ അദ്ദേഹം 4ാം ക്ലാസ് വരെ ഇവിടെ നിന്നാണ് പഠിച്ചത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ തട്ടകം തൃശ്ശൂരിലേക്ക് മാറ്റിയപ്പോഴും ഇവിടെയുമായുള്ള ബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. 2022 ഇവിടെ കുടുംബ ദേവതയുടെ ഉത്സവ ചടങ്ങിൽ അദ്ദേഹം കുടുംബവുമൊത്ത് പങ്കെടുത്തു. അതിനുശേഷം പലപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പറ എഴുന്നള്ളിപ്പ് ചടങ്ങിലും അദ്ദേഹം എത്തിയിരുന്നു. അതിനുശേഷമാണ് തൻ്റെ അന്ത്യവിശ്രമം ഇവിടെ വേണം എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. തുടർന്നാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ ഏർപ്പാടാക്കുകയും അത് നടത്തുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തന്നെ, അനശ്വരമായിട്ടുള്ള ഒട്ടനവധി ഗാനങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു. ആദ്യ ഗാനത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ മാറ്റിക്കുറിച്ചു. അത് കേരളം ഒന്നാകെ ഏറ്റെടുത്തു. പിന്നീട് വന്ന ഓരോ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചം എന്ന നിലയിലായിരുന്നു. അത് ഭക്തിഗാനമാണെങ്കിലും അതോടൊപ്പം തന്നെ സിനിമ ഗീതങ്ങളാണെങ്കിലും കൂടാതെ ലളിതഗാനങ്ങളൊക്കെ ആണെങ്കിലും അത് അത്രത്തോളം പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പ്രേക്ഷകർ അതിനെയൊക്കെ സ്വാധീനിച്ചു. അങ്ങനെ 70കളിലും 80കളിലും ഒക്കെ തന്നെ സിനിമകളിലെ നായകന്മാരുടെ ശബ്ദസ്രോതസ്സായി, അവരുടെ ഗാനങ്ങളിലെ ശബ്ദമായി പി ജയചന്ദ്രൻ്റെ പാട്ടുകൾ നിറഞ്ഞു വന്നു. പിന്നീട് പുതുതലമുറയുടെ കുത്തൊഴുക്കുണ്ടായപ്പോഴും അവർക്കൊപ്പവും അവരുടെ ആ രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്ത് നിലനിൽക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ
ഒരു ഭാവങ്ങളായിരുന്നു ആ ശബ്ദം ഏറ്റവും ഒരു മാസ്മരികമാക്കിയത്. ഏതൊരു പാട്ടിനും അതിൻ്റെതായിട്ടുള്ള ഭാവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഭാവ തീവ്രതയായിരുന്നു പി ജയചന്ദ്രൻ്റെ ഗാനങ്ങളെ വ്യത്യസ്തമാക്കിയത് എന്ന് പറയാം. അങ്ങനെ ഭക്തിയുടെ രസം ജ്വലിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടനവധി ഭക്തി ഗാനങ്ങൾ അദ്ദേഹം നൽകി. ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വലിയ സുഖങ്ങൾ ഏവർക്കും ഒരു അനുഭൂതിയായി തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. അതിലൂടെ നമ്മളൊക്കെ പി ജയചന്ദ്രനെയും അങ്ങനെ സ്നേഹിച്ചു. പാലിയത്ത് ജയചന്ദ്രൻ കുട്ടൻ എന്നതാണ് മുഴുവൻ പേര്. അതായത് തറവാട്ടിൻ്റെ പേരുകൂടി തൻ്റെ പേരിനൊപ്പം ചേർത്തുകൊണ്ടാണ് പി ജയചന്ദ്രൻ നിന്നത്. അങ്ങനെ അദ്ദേഹം പിച്ചവെച്ച ഇടത്ത് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകൾ അത് നേരത്തെയും ഉണ്ടായിരുന്നു. ഇവിടെ ഈ ചിതയ്ക്ക് ചുറ്റും അത്തരത്തിലുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അന്ത്യയാത്ര ഒരുക്കുന്നു. ഏവരും ചേർന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു പാട്ടിൻ്റെ ആ ഒരു യുഗം തീർത്ത ഒരു ആൾക്ക് ഇപ്പോൾ അന്ത്യവിശ്രമം ആകുന്നു. അദ്ദേഹം ഓർമ്മയാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തീവ്രമായി തന്നെ ജ്വലിച്ചു നിൽക്കും. ആ പാട്ടുകളിലൂടെ അദ്ദേഹം ഇനിയും ഏറെക്കാലം ഉണ്ടാകും. ആ പാട്ടുകളെന്ന് പറയുന്നത് കാലാതീതമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. കാരണം അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി ഗാനങ്ങളാണ് നമുക്ക് ഒക്കെ അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തിത്വം, സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിത്വം, അതോടൊപ്പം തന്നെ ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിത്വം ആ പി ജയചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ ഒരു തറവാട്ട് വളപ്പിൽ ജനനിബിഡമായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ടുള്ള വഴികളിൽ മുഴുവനും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. നമ്മളൊക്കെ കാണുന്ന സമയത്ത് നേരത്തെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി ആളുകളെ കണ്ടു. അവർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേട്ട് അത്തരത്തിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം തോന്നിയവരൊക്കെ തന്നെ ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിലും അദ്ദേഹത്തെ കാണാൻ എത്തി. വ്യാഴാഴ്ചയായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. അന്നും ഒരുപാട് പേർ വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പൊങ്കുന്നത്തെ ഫ്ലാറ്റിലാണെങ്കിലും അതോടൊപ്പം തന്നെ സംഗീത നാടക അക്കാദമിയുടെ ഹാളിലാണെങ്കിലും ഒക്കെ തന്നെ നിരവധി പേർ വന്നു. ഇപ്പോൾ ഇന്ന് രാവിലെയും നിരവധി പേർ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രിമാരായ ആർ ബിന്ദു, എം പി രാജേഷ്, അതോടൊപ്പം തന്നെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എത്തി. അദ്ദേഹം ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ജനങ്ങളുടെ പങ്കാളിത്തം, ഒരുപാട് പേർ അദ്ദേഹത്തെ കാണാൻ എത്തുന്നു, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഈ പാലിയത്ത് തറവാട്ടിനെ കുറിച്ച് വാചാലനായിരുന്നു. അദ്ദേഹം അത്രത്തോളം അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്നു, മനസ്സിൽ കുറിച്ചിട്ടിരുന്നു ഈ ിലെ കാര്യങ്ങളും ഒക്കെ തന്നെ. അങ്ങനെ അദ്ദേഹം പിച്ച വെച്ച ഇടത്ത്, അദ്ദേഹം തുടങ്ങിയിടത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചിതയ്ക്ക് തീ കൊളുത്തും. അതിനു മുൻപായിട്ട് തന്നെ ചടങ്ങുകളുണ്ട്, ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകളിൽ അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അല്പം വൈകിയായിരുന്നു നിശ്ചയിച്ചിരുന്നെങ്കിൽ കൂടി അത് പിന്നീട് കുറച്ച് സമയം നേരത്തെ ആക്കുകയായിരുന്നു. അങ്ങനെ ഏവരെയും സ്വാധീനിച്ച ഒരു വ്യക്തിത്വം ആണ് നമ്മളിൽ നിന്ന് മാഞ്ഞകലാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ 16,000 പാട്ടുകൾ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ത്യൻ സംഗീത ലോകത്തിന് നഷ്ടമാകുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്നിനെയാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലായപ്പോഴുള്ള സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത് വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ആ ശബ്ദ സൗകുമാര്യം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ആ ഭാവഗായകൻ ആ ഭാവങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അതിൻ്റെ തലയെടുപ്പോടുകൂടി ഏറ്റവും ഒടുവിലും നിലകൊണ്ടു. അങ്ങനെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും ശ്രവിക്കാൻ ഇടയായി. അത് മെലഡി സോങ്ങുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണെങ്കിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കുഞ്ചാക്കോ ബോബൻ ആദ്യമായി അഭിനയിച്ച അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ്റെ ചിത്രത്തിൽ ആദ്യമായി അഭിനയിച്ച കുഞ്ചാക്കോ ബോബൻ്റെ ചിത്രത്തിലൊക്കെ പ്രായം തമ്മിലെന്ന് പറയുന്ന പാട്ട് അതൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു തീവ്രത ജ്വലിപ്പിക്കുന്ന പാട്ടുകളുമായി അദ്ദേഹം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു.